എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് PSC പരീക്ഷയിൽ റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന കുറച്ചു മലയാളം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൻ്റെ 10 മാർക്ക് വാങ്ങുവാനായി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടെ ഇതൊരു മോക്ക് ടെസ്റ്റായി കണ്ട് എല്ലാവരും കൃത്യമായി ആൻസർ എഴുതാനും അവസാനം മാർക്ക് ഒത്തുനോക്കാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾക്കിത് വളരെയധികം ഗുണപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. കവി, കവയത്രി, നിരൂപകൻ, നിരൂപിക, അധ്യാപകൻ, അധ്യാപിക, അവതാരകൻ, അവതാരിക. അത് ഏതൊക്കെയാണ് ശരിയായവ എന്നുള്ളത് നോക്കി അതുമാത്രം തിരഞ്ഞെടുത്തെഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവയാണ് ശരി. കവി, കവയിത്രി, മൂന്നാമത്തെ അധ്യാപകൻ, അധ്യാപിക, ഇത് രണ്ടുമാണ് ശരി. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി, ശോണം, അരുണം. ശോണം, അരുണം എന്നുള്ളതാണ് ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അതാണ് ശരിയായ പ്രസ്താവന അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, അഭംഗുരം. അഭംഗുരം എന്നുള്ളതാണ് എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. കവിൾ പ്ലസ് തടം, കവിൾത്തടം. പുതു പ്ലസ് കലം, പുതുക്കലം. കട പ്ലസ് കോൽ, കടങ്കോൽ. എരി പ്ലസ് തീ, എരിതി. ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതാൻ പറയുമ്പോൾ രണ്ടാമത്തതും നാലാമത്തതുമാണ് ഇവിടെ ശരിയായ ജോഡി. പുതു പ്ലസ് കലം, പുതുക്കലം. എരി പ്ലസ് തീ, എരിതി. അടുത്ത ചോദ്യം, ഇവയിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഇവയിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി, ഓടിക്കുന്നു. ഓടിക്കുന്നു എന്നുള്ളതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വിനീയച്ഛത്തിന് ഉദാഹരണമായത് ഏത്? തന്നിരിക്കുന്നവയിൽ വിനീയച്ഛത്തിന് ഉദാഹരണമായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടു എന്നുള്ളതാണ് വിനീയച്ഛത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. പീനം എന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ശുഷ്കം. ശുഷ്കം എന്നുള്ളതാണ് പീനം എന്ന വാക്കിന്റെ വിപരീത പദം. വിപരീത പദങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. പരീക്ഷയ്ക്ക് സ്ഥിരമായി വരുന്നതും ശ്രദ്ധിച്ചു പോകണം. അടുത്ത ചോദ്യം, കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നത് കൊല്ലമുളക്, ഉപ്പേരിമുളക്, വറ്റൽമുളക്, പറങ്കിമുളക്. അതിൽ കപ്പൽ മുളകിൻ്റെ പര്യായപദമായി വരുന്നത് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ. തന്നിരിക്കുന്നവയെല്ലാം അതിൻ്റെ പര്യായങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ശീകരം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ശീകരം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജലകണം. ജലകണം എന്നുള്ളതാണ് ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം. അടുത്ത ചോദ്യം, അമ്പ് എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? അമ്പ് എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അജിരം. അജിരമാണ് അമ്പ് എന്നതിൻ്റെ പര്യായം അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അമരം. അണിയത്തിൻ്റെ വിപരീതമാണ് അമരം. അടുത്ത ചോദ്യം, ശരിയായ പദങ്ങൾ കണ്ടെത്തുക. ശരിയായ പദങ്ങൾ കണ്ടെത്തുക.
ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? കൂപമണ്ഡൂകം, ആചാനബാഹു, കൃത്യനിഷ്ഠ, തപസ്വി. ഇതിൽ ശരിയായത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. മൂന്നാമത്തെ കൃത്യനിഷ്ഠ മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, തപശ്ചര്യ പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തപശ്ചര്യ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തപസ് പ്ലസ് ചര്യ, തപശ്ചര്യ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റുതിരുത്തണം. കാലാവധി കഴിഞ്ഞാൽ ഉത്തരക്കടലാസ് വീണ്ടും പുനഃപരിശോധിക്കുകയില്ല. അപേക്ഷകൾ അവരവരുടെ സ്വന്തം കൈപ്പടിയിൽ എഴുതി അയക്കണം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ കാര്യമില്ല. ഇതിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ കാര്യമില്ല. അടുത്ത ചോദ്യം, സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം ഏത്? സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, കരിങ്കാലി. ഓപ്ഷൻ ബി, കരിങ്കാലി എന്നുള്ളതാണ് സ്ട്രൈക്ക് ബ്രേക്കർ. ഇതെല്ലാം സ്ഥിരമായി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിക്കണം. അടുത്ത ചോദ്യം, മൂസത് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? മൂസത് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മനയമ്മ. മനയമ്മ എന്നുള്ളതാണ് മൂസത് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം. അടുത്ത ചോദ്യം, നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഉണ്ടചോറ്റിൽ കല്ലിടുക. ഉണ്ടചോറ്റിൽ കല്ലിടുക എന്നതാണ് നന്ദികേട് കാണിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. അടുത്ത ചോദ്യം, ഇ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഇ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇത്തരം. ഇത്തരം എന്നുള്ളതാണ് ഇ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ഇതിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഊർധ്വശ്വാസം. ഊർധ്വശ്വാസമാണ് ശരിയായ പദം. അടുത്ത ചോദ്യം, വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏത്? വൈൽഡ് ഗൂസ് ചേസ് എന്നതിൻ്റെ തർജ്ജമയാണ് നിഷ്ഫലയത്നം. നിഷ്ഫലയത്നം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ്, നിഷ്കാമം, കാമമില്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. അതാണ് ഈ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം. അടുത്ത ചോദ്യം, പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, പത്രി. പത്രി എന്നുള്ളതാണ് പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത്. അടുത്ത ചോദ്യം, ആട് അറിയുമോ അങ്ങാടി വാണിഭം? ആട് അറിയുമോ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഉത്തരം ഓപ്ഷൻ സി, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല എന്നുള്ളതാണ് ആട് അറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം. അടുത്ത ചോദ്യം, ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉദ് പ്ലസ് നിദ്രം. ഉന്നിദ്രം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ, രക്ഷാകർത്തൃ. രക്ഷാകർത്തൃ എന്നുള്ളതാണ് രക്ഷാകർത്താവിൻ്റെ സ്ത്രീലിംഗ രൂപം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഭാഗവതർ. ഭാഗവതർ എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനമല്ലാത്തത്. അടുത്ത ചോദ്യം, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക വിഭക്തിയാണ്
ഈ സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് PSC റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാം. അതിനായി റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് മോക്ക് ടെസ്റ്റായി ചെയ്തു നോക്കുവാനും അതിൻ്റെ മാർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഇനിയുള്ള പരീക്ഷകൾക്ക് ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതേ രീതിയിൽ ചെയ്തു പോകുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യും പരീക്ഷ ഹാളിൽ. അപ്പോൾ എല്ലാവരും ഇനിയുള്ള പരീക്ഷകൾക്ക് നന്നായി പഠിക്കാനും അതിനായി നമ്മുടെ വീഡിയോകൾ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ.